ഹായ് എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ മാജിക്. കുറച്ച് ദിവസമായി നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇട്ടിട്ട് ഏതാണ്ട് 1 മാസത്തോളം ആയിട്ടുണ്ടായിരിക്കും. എന്റെ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയി. അത് ഇപ്പോഴാണ് നന്നാക്കി തിരിച്ചു കിട്ടിയത്. എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് തിരക്കിലായി പോയി. നമ്മുടെ ചാനലില് 2 സീരീസ് ആണ് ഇപ്പോൾ ഇട്ടോണ്ടിരിക്കുന്നത്. അതിനകത്ത് വിജിലന്റും മുരിയും സ്കൂളും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആദ്യം വിജിലന്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനി 3 എപ്പിസോഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മുരിയും സ്കൂൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വിജിലന്റ് കുറെ നാളായി ഇട്ടിട്ട് മുമ്പത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. ഇനി മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്നുകൂടി കണ്ടു നോക്കുക. കാരണം റീക്യാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടി പോകും. അപ്പൊ സമയം കളയാതെ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്താലോ. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജിമ്മും പോലീസും കിമ്മിനെ പിടികൂടുന്നതാണ് നമ്മൾ കണ്ടത്. കിമ്മിനെ അയാളും രാജ്യദ്രോഹി എന്നാണ് വിളിക്കുന്നത്. നീ വിജിലന്റിനെ ഇവിടെ തന്നെ കൊല്ലണം, ഇവിടെ തന്നെ കുഴിച്ചിടണം, എന്നിട്ട് നീ പോലീസിൽ ജോയിൻ ചെയ്യണം, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അത് കേട്ട് കിമ്മും ഇത് നിങ്ങളോട് വോൾ ആവശ്യപ്പെട്ടിട്ടാണോ ചെയ്യുന്നതെന്ന് ജിമ്മം പോലീസിനോട് ചോദിച്ചിട്ട് അവനും ജിമ്മം പോലീസിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്നെ കൊല്ലുമോ എന്ന് എനിക്കറിയില്ല. എന്നെ ലോകം എന്ത് വിളിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷെ ആ ഒരു വിളി എനിക്ക് കറക്റ്റ് ആണ്. കാരണം എനിക്കൊന്നും തന്നെ നഷ്ടപ്പെടാനായില്ല. മറ്റുള്ള പിശാചുക്കളെ കൊല്ലാനായി ഒരു പിശാചാകുന്നതിൽ ഒരു തെറ്റുമില്ല. ആ സാംഡോയും വോളും കൂടി ഇനി എന്താണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. അവർ രണ്ടുപേരും നിയമത്തിന് മുന്നിൽ കുറ്റക്കാരാണ്. ഈ നിയമം കൊണ്ട് അവരെ ശിക്ഷിക്കുമെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. ശരിക്കും ഈ രാജ്യത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തെളിയിച്ചു കാണിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കാം. അല്ലെങ്കിൽ ഞാനാണ് ശരിയെന്ന് ഞാൻ നിങ്ങളെ തെളിയിച്ച് കാണിക്കേണ്ടി വരും. ഇവിടുത്തെ പിശാചുക്കളെ കൊല്ലാനായിട്ട് ചിലപ്പോൾ വയലൻസിന്റെ പാത തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ശേഷം വോളും, അതായത് ജിമ്മ പോലീസിന്റെ സുപ്പീരിയർ ഓഫീസറും ഇയാള് സാംഡോയുടെ ഗുണ്ടകളെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അയാളെ സുപ്പീരിയർക്ക് വിട്ടുകൊടുക്കാനായി പറയുന്നുണ്ട്. കാരണം വിജിലന്റ് ആണ് അതെന്ന് ജിമ്മ പോലീസ് ഈ ലോകത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കുമുള്ള വിജിലന്റ് അല്ല അവരെന്ന് ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുപ്പീരിയറും എന്തായാലും അടുത്ത ആഴ്ച ഞാൻ ട്രാൻസ്ഫർ ആകുന്നുണ്ട്. അതുകൊണ്ട് നീ പിടിച്ചു വെച്ചിരിക്കുന്നവരെല്ലാം എന്റെ കൈകളിൽ ഏൽപ്പിക്കണം. വിജിലന്റിന്റെ കേസ് അന്വേഷണത്തിന്റെ ടീം ലീഡർ എന്നുള്ള പൊസിഷൻ ഞാൻ നിന്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. ജിമ്മം പോലീസിനും ഉള്ളിൽ ഒരുപാട് ദേഷ്യം തോന്നുമെങ്കിലും അത് സുപ്പീരിയറിനോട് അയാൾ പ്രകടിപ്പിക്കുന്നില്ല. ശേഷം ജിമ്മം പോലീസ് പോകുന്നത് ആ മീഡിയക്കാരെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കിഡ്നാപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ ജിമ്മം പോലീസ് ഒരിടത്ത് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇയാൾ വന്ന് നോക്കുമ്പോ കിഡ്നാപ്പർ എക്സസൈസ് ചെയ്യുകയായിരുന്നു. അവനിപ്പോ ജിമ്മം പോലീസിന്റെ ഒരു ഫാനാണ്. ജിമ്മം പോലീസും ശരിക്കും ആ മീഡിയക്കാരിയെ തട്ടിക്കൊണ്ടു പോകാനായി നിന്നോട് ആരാ പറഞ്ഞത് അതെന്ന് ഓർത്തെടുക്കാനായി പറയുന്നു. അത് ശരിക്കും വോളാണോ എനിക്കറിയില്ലെന്ന് അവനും. ബാങ് എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. അയാളോട് ആരാ ഇതൊക്കെ ആവശ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. അതിന് ജിമ്മം പോലീസും ആ ബാങ് എന്ന ആള് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു സ്ക്വീസറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അയാൾ ഒരു മൊട്ടയാണ്. അയാൾക്ക് ബാങ് എവിടെയാണെന്ന് അറിയാമായിരിക്കും. അയാളെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ശേഷം കാണിക്കുന്നത് കിമ്മിനെയാണ്. കിമ്മിന് നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കങ്ങാണ് അവനെ പരിചരിക്കുന്നത്. അയാളെ ഭയങ്കര തടിമാടനായാലും നീ അയാളെ നേരിട്ടും മാനസികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തളർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ വഴിയിൽ അയാൾ ഒരിക്കലും വരില്ല. അങ്ങനെ വന്നാ ഞാൻ അയാളെ കൊലപ്പെടുത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഒരു അത്യാവശ്യ കാര്യം ഞാൻ മറന്നുപോയി, നമ്മൾ ഇതുവരെ സെൽഫി എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കാങ്ങും സെൽഫി എടുക്കുന്നുണ്ട്. നേരാമണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ കിം അതിനോട് സമ്മതിക്കില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. ശേഷം കിമ്മും ഉണരുന്നുണ്ട്. ആ സമയം ന്യൂസിൽ ഒരു വാർത്ത കാണിക്കുന്നുണ്ട്. മീഡിയക്കാരി വർക്ക് ചെയ്യുന്ന ആ ന്യൂസ് ചാനലിൽ നിന്നിട്ട് റിപ്പോർട്ടറും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള സാംഡോ എന്ന് പറയുന്ന ആളുടെ ന്യൂസ് കൃത്യമായി ഞങ്ങൾ ചെക്ക് ചെയ്യാതെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചാനലിലെ ഒരു സ്റ്റാഫാണ് ഞങ്ങളോട് ആരോടും ഡിസ്കസ് ചെയ്യാതെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഈ ചാനലിൽ നിന്നും റിസൈൻ ചെയ്യുകയും ചെയ്തു. മീഡിയക്കാരി റിസൈൻ ചെയ്തു എന്നുള്ള കാര്യം കിമ്മും മനസ്സിലാക്കുന്നുണ്ട്. അവനും കങ്ങിന് മെസ്സേജ് അയച്ചിട്ട് ആ മീഡിയക്കാരിയെ സഹായിക്കാനായി അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവനും മീഡിയക്കാരിക്ക് വേണ്ടി അവർക്ക് മാത്രമായി ഒരു ചാനൽ തുടങ്ങാൻ സഹായിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഇടവും അയാൾ കണ്ടുപിടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്റെ ഓഫർ നിരസിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മീഡിയക്കാരും നിങ്ങൾ സാംഡോയുടെ ആളാണെന്ന് ചോദിക്കുമ്പോ കങ്ങും ഞാൻ സാംഡോയുടെ ആളൊന്നുമല്ല, എനിക്ക് വിജിലന്റ് ആരാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളും അതിന്റെ പിന്നാലെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഞാനൊരു ഓഫീസ് ഇതാ ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി എന്താ നീ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ ആ സാംഡോനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടും എല്ലാ സത്യങ്ങളും ഞാൻ ലോകത്തോട് വിളിച്ചു പറയാനായി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പോലീസുകാർക്ക് അത് അന്വേഷിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയും ഉണ്ടാകില്ല. അവരുടെ അന്വേഷണം എപ്പോഴാണ് കുറയുന്നത്, അവർക്ക് അന്വേഷണത്തിന് ഒരു തുമ്പും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ വിജിലന്റിന് വേണ്ടി ഒരു വേദി ഒരുക്കി കൊടുക്കും. അത് കാണുമ്പോൾ ജനങ്ങൾക്കും വളരെയധികം സന്തോഷമാകും. അവനും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, നമ്മളിപ്പോ കൂട്ടല്ലേ എന്ന് അവളടുത്ത് ചോദിക്കുമ്പോൾ അവളും അതിന് സമ്മതിക്കുന്നു. ശേഷം അവളും പുതിയൊരു ന്യൂസ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ട്, വി ന്യൂസ്. സത്യസന്ധമായി എല്ലാ വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നുണ്ട്. ഇക്കാര്യം കിമ്മും കാണുന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ തുടരുന്ന സമയം ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല. അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്നെ ആരോ കൊലപ്പെടുത്തി എന്നാണ്. എന്റെ പിന്നിലും ആരൊക്കെയുണ്ട് അതൊന്നും ഞാൻ വകവെക്കുന്നില്ല. ഞാൻ
വിശ്വസിക്കുന്നത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധത തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. നീതിയിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് എന്റെ കൂടെ കൂടാവുന്നതാണ്. നീതിക്ക് വേണ്ടി പോരാടുന്ന എല്ലാവരും വിജിലന്റുമാരാണ്. വിജിലന്റ് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ കൂടി സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും. ഇക്കാര്യം കണ്ടിട്ട് സാംഡോയും പോലീസിന്റെ സുപ്പീരിയറും ദേഷ്യപ്പെടുന്നുണ്ട്. മീഡിയക്കാരിക്കും കമന്റിലൂടെ ഒരുപാട് പേര് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇക്കാര്യം ജിമ്മോ പോലീസും കാണുന്നു. ശേഷം ജിമ്മോ പോലീസും ആ കിഡ്നാപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയെ പിടിച്ചുകൊണ്ട് വരുന്നു. അവന്റെ പേര് ക്വീസർ എന്നാണ്. ആ മുട്ടയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കിഡ്നാപ്പർ പറഞ്ഞിട്ടാണ് ജിമ്മോ പോലീസ് ഇപ്പോ അവനെ പൊക്കിയതെന്ന്. മുട്ടയും കിഡ്നാപ്പറിന്റെ പിന്നാലെ ഓടുന്നു. കിഡ്നാപ്പർ ആണെങ്കിൽ ജിമ്മോ പോലീസിന്റെ പുറകെ വന്ന് ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ നിന്നെ കൊല്ലോടാന്ന് മുട്ടയും പറയുമ്പോ ജിമ്മോ പോലീസും അവനോട് മിണ്ടാതിരിക്കാനായി പറയുന്നുണ്ട്. എന്നിട്ട് കിഡ്നാപ്പറോട് അവനെ കൊല്ലാനായി ആവശ്യപ്പെടുന്നു. അവനത് കേൾക്കുമ്പോ അതിശയായിരുന്നു. ജിമ്മോ പോലീസ് മുട്ടയോട് നിനക്ക് ഞാനൊരു ചാൻസ് തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇൻഫർമേഷൻ തരുന്ന ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ എനിക്ക് മതിയാകും. കിഡ്നാപ്പർ അത് കേട്ടോണ്ട് മുട്ടയുടെ അടുത്തേക്ക് അവനെ കൊല്ലാനായി ഓടി പോകുന്നുണ്ട്. നീ അവിടെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ വേദനിപ്പിക്കാതെ ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോ മുട്ടയും ജിമ്മോ പോലീസിനെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി വഴക്കാവുന്നുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ മുട്ടയും കിഡ്നാപ്പറും വഴക്കൂടുന്നു. ജിമ്മോ പോലീസും മിസ്റ്റർ ബാങ്കിനെ കണ്ടെത്തി തരാൻ ആർക്ക് കഴിയുമെന്ന് ചോദിക്കുമ്പോ രണ്ടുപേരും കൈ ഉയർത്തുന്നുണ്ട്. ഈ ബാങ്ക് എന്ന് പറയുന്ന ആളാണ് മീഡിയക്കാരുടെ കൂടെ എന്ന് വന്ന റിപ്പോർട്ടറിനെ കൊന്നുകളഞ്ഞത്. അയാളെ കണ്ടെത്താനാണ് ജിമ്മോ പോലീസും ശ്രമിക്കുന്നത്. ജിമ്മോ പോലീസിനെ വിജിലന്റ് കേസ് അന്വേഷണത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് മറ്റൊരു പോലീസുകാരനെ എത്തുന്നു. അയാളാണ് ഇപ്പോൾ വിജിലന്റിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ജിമ്മോ പോലീസിനെ വിജിലന്റിനെ കുറിച്ച് മറ്റു പോലീസുകാരോട് അയാളും ചോദിക്കുന്നുണ്ട്. എന്തായാലും പഴയ ടീം വെച്ചിട്ട് എനിക്കിനി അന്വേഷണം തുടരാനാകില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ടീമിലേക്ക് മടങ്ങിപ്പോകാം. ഞാൻ പറയുന്ന ആൾക്കാർ മതി ഇനി ഈ ടീമില്. ശേഷം കിമ്മും അവനെ ബുക്ക് സ്റ്റോറിൽ പോയിട്ട് ആ കാറുകാരന്റെ ചേട്ടനായ ആ ഒരു ഗുണ്ടയെ കൊലപ്പെടുത്തിയ സമയം അവിടെ നിന്നൊരു ഡയറി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡയറിക്കകത്ത് നിന്ന് സാംഡോയെ കുറിച്ചും അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനും ആ ഡയറി ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിനകത്ത് ഒരു ചർച്ചിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ചർച്ചിന് 9 ബില്യൺ വോൺ കൊടുത്തിട്ടുള്ളതായി അവനും മനസ്സിലാക്കുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ ചർച്ചിനെ കുറിച്ച് അവനും സെർച്ച് ചെയ്ത് നോക്കുന്നു. ആ ചർച്ചിലെ പാസ്റ്ററിനും സാംഡോയ്ക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവനും മനസ്സിലാക്കിയെടുക്കുന്നു. ശേഷം ആ ചർച്ചാണ് കാണിക്കുന്നത്. ആ പാസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം അയാളുടെ ജോലിക്കാരനും ക്യൂ കോയിൻ എന്ന് പറഞ്ഞ ഇല്ലീഗൽ ഗാംബ്ലിംഗ് സൈറ്റിലുള്ള കിട്ടിയ പണം മുഴുവൻ മറ്റൊരു ഫോറിൻ അക്കൗണ്ടിലേക്ക് മാറ്റാനായി പാസ്റ്റർ നിർദ്ദേശിക്കുന്നു. അത് പ്രകാരം അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കിം അവിടേക്ക് വരുന്നത്. ആ ജോലിക്കാരനെയും അവൻ അടിച്ചിടുന്നു. ശേഷം ഈ ചർച്ചും ക്യൂ കോയിനും തമ്മിൽ എന്താണ് ഇടപാട് എന്നുള്ളത് അവന് നോക്കുന്നുണ്ട്. ആ ക്യൂ കോയിനിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് പണം ഫോറിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് അവനും മനസ്സിലാക്കിയെടുക്കുന്നു. അങ്ങനെ അവൻ ആ ഒരു ഡേറ്റ മുഴുവൻ അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവനെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാക്കുന്നത്. നോക്കുമ്പോ മറ്റൊരു മാസ്ക് വെച്ച വിജിലന്റ് ആണ്. കിമ്മും അവന്റെ പുറകെ തന്നെ ഓടുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി അവരൊരു സ്ഥലത്തേക്ക് എത്തുന്നു. ആ മാസ്ക് വെച്ചവനും ഇനി അങ്ങോട്ട് പോവാനായിട്ട് വഴിയില്ലെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കിമ്മിനും അത് കങ്ങാണെന്ന് മനസ്സിലാകുന്നു. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? എന്നെ കണ്ടിട്ട് എന്തിനാ ഓടിയതെന്ന് കിമ്മും ചോദിക്കുമ്പോ കങ്ങും ഇതൊരു ത്രില്ലല്ലേ, നീ എന്തിനാ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത്? നമുക്ക് ഒരുമിച്ച് ചെയ്താലോ? നിന്നെ ഞാൻ സഹായിക്കാം. എന്നെ പോലെ ഒരാള് എപ്പോഴെങ്കിലും നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് നീ ആഗ്രഹിച്ചിട്ടില്ലേ? ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് കിമ്മും പറയുമ്പോ കങ്ങിനത് സന്തോഷമാകുന്നു. എനിക്കറിയായിരുന്നു നീ ഇതിനെ സമ്മതിക്കുമെന്ന്. ഒരുപാട് കാര്യങ്ങളില് നമ്മൾ ഒരുപോലെയാണ്. അതിന് കിമ്മും എനിക്കൊരു കാര്യം അറിയണം. നീ തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വെക്കാൻ നീ തയ്യാറല്ലെങ്കിൽ നിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കങ്ങും ഞാൻ എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുത്തോളാം, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ കിമ്മും അവൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ കങ്ങിനോട് പറയുന്നുണ്ട്. ആ ഒരു ചർച്ചിലുള്ള പാസ്റ്ററും സാംഡോയും കൂടി ആ ക്യൂ കോയിൻ എന്ന് പറയുന്ന ഇല്ലീഗൽ ഗാംബ്ലിംഗ് സൈറ്റ് തുടങ്ങിയത്. അവര് ജനങ്ങളെ കബളിപ്പിച്ച് ഒരുപാട് പണവും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ പാസ്റ്ററിന്റെ കാര്യം നോക്കിക്കോളാം. നീ പെൻഡ്രൈവ് ആ മീഡിയക്കാരിക്ക് കൊടുക്കണം. അതിന് കങ്ങും നീ ആ സേവൾ ഫൗണ്ടേഷനിലെ സാംഡോയ്ക്കും ഇതുമായി ബന്ധമുണ്ടെന്ന് പറയാൻ പോകുന്നില്ലേ? അതിനവനും ഈ എല്ലാ കേസും സാംഡോയുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ആ പാസ്റ്ററിനെ കൊന്നു കഴിഞ്ഞാൽ അതെല്ലാം ന്യൂസിലുണ്ടായിരിക്കും. പക്ഷെ മതത്തെ തൊട്ട് കളിക്കുന്നത് കൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാര് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സാംഡോയിലേക്ക് ഈ കാര്യങ്ങളൊന്നും തിരിയില്ല. ഇൻവെസ്റ്റിഗേഷൻ നേരാവണ്ണം നടക്കില്ല. അവർ ഇല്ലീഗലായി നേടിയെടുത്ത പണമെല്ലാം ഇവിടുത്തെ പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് പ്രതികളെ അഥവാ പോലീസ് പിടിച്ചാൽ തന്നെ അവരെ വെറുതെ വിടേണ്ടതായിട്ട് വരും. ആ സാംഡോയെ പിന്തുടർന്ന് അവൻ കുറ്റക്കാരനാണ് എന്നുള്ളതിന്റെ തെളിവ് കണ്ടെത്തണം. ശേഷം പോലീസ് അക്കാഡമിയിൽ കിമ്മിന്റെ പ്രൊഫസറും റൂമിലേക്ക് വരുന്ന സമയം ഡോറ് തുറന്നു കിടക്കുന്നതാണ് കണ്ടത്. അയാൾ വന്ന് നോക്കുമ്പോ വിജിലന്റ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്ന പുതിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടെ നിൽക്കുന്നത്. അയാളും തന്നെ പ്രൊഫസറിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയം ജോഹ്യൂൻ, അതായത് ജിമ്മോ പോലീസ് ഇവിടെ നിങ്ങളെ വന്ന് കണ്ടിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. നിങ്ങൾ എന്താ സംസാരിച്ചത്? ഞാൻ കുറച്ച് കേസസിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇവിടേക്ക് വന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിക്കുമ്പോ പ്രൊഫസറും അത് നിങ്ങൾ നേരിട്ട് അയാളോട് പോയി ചോദിക്കാനായി പറയുന്നു. ആ സമയമാണ് കിം അവിടേക്ക് വരുന്നത്. ആ പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ വരാമെന്ന് കിം പറയുന്നുണ്ടെങ്കിലും വന്ന പോലീസുകാരൻ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനല്ലേ ഒരു അറിയിപ്പും കൂടാതെ ഇവിടേക്ക് വന്നത്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രൊഫസർ കിമ്മിനോട് വെയിറ്റ് ചെയ്യാനായി പറയുന്നു. പോലീസുകാരൻ
കാരണം ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ചോദിക്കാം. ജിമ്മ പോലീസ് ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടെന്ന് പ്രൊഫസറും. പക്ഷെ ഒഫീഷ്യൽ റിക്വസ്റ്റ് കിട്ടാതെ കുട്ടികളുടെ പിക്ചേഴ്സ് ഒന്നും കാണിച്ചു കൊടുക്കില്ലെന്ന് ഞാൻ അയാളെ പറഞ്ഞു വിലക്കിയിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാരനും എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കിമ്മും അത് ശ്രദ്ധിക്കുന്നു. കിമ്മും പ്രൊഫസറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. പക്ഷെ പ്രൊഫസർ അവന് പരിക്ക് പറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവനോട് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നു. അയാൾക്കും അവനിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇവിടെ ആ ചർച്ചും കാണിക്കുകയാണ്. പാസ്റ്ററും ആ ഒരു എവിഡൻസ് എല്ലാം നശിപ്പിച്ചോന്ന് ജോലിക്കാരോടും പറയുന്നുണ്ട്. ആ സമയം അവിടേക്ക് കിമ്മ് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലൈറ്റും അവൻ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും അടിച്ചിടുന്നു. ആ പാസ്റ്ററിന്റെ കയ്യിൽ എന്തോ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. അയാൾ അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ട്. കിമ്മ് അയാളെ പിടികൂടുന്നു. നീ എന്നെ ഉപദ്രവിക്കാൻ പാടില്ല, നിനക്ക് ദൈവത്തെ പേടിയില്ലേ എന്നൊക്കെ കിമ്മിനോട് ചോദിക്കുന്നു. അതിന് കിമ്മും ദൈവം പറഞ്ഞു നിങ്ങളോട് ഡ്രഗ്സ് വിൽക്കാനും ഇല്ലീഗലായി പണം സമ്പാദിക്കാനും എന്ന് പറഞ്ഞ് അയാളെയും കൊലപ്പെടുത്തുന്നു. ശേഷം അവനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ആ പാസ്റ്റർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ന്യൂസ് കാണിക്കുന്നത്. ഇക്കാര്യം ജിമ്മം പോലീസും കാണുന്നു. മീഡിയക്കാരും പറയുന്നത് ആ ഒരു ചുവരില് എന്തോ എഴുതിയിട്ടുണ്ട്, അതിന്റെ അർത്ഥം വിജിലന്റ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നാണ്. എന്ന കാര്യമാണ് പോലീസുകാരും സംശയിക്കുന്നത്. ഇക്കാര്യം സാംഡോയും അയാളുടെ ബോസായ പോലീസുകാരനെ വിളിച്ചു പറയുന്നുണ്ട്. അവൻ ആ പാസ്റ്ററിനെ കൊന്നെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷനും അവൻ അറിയായിരിക്കും. അടുത്ത ടാർഗറ്റ് തീർച്ചയായിട്ടും നമ്മളായിരിക്കും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ശരിയാക്കണം. സാംഡോയും എന്തായാലും നിങ്ങൾ എനിക്ക് 5 ദിവസം സമയം തരൂ. ആ മീഡിയക്കാരിയെയും വിജിലന്റിനെയും എല്ലാവരെയും ഞാൻ ഒതുക്കിക്കോളാം. ശേഷം കങ്ങും മീഡിയക്കാരിയെ കാണാനായി പോയിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന കിം ഏൽപ്പിച്ചു കൊടുത്ത ആ പാസ്റ്ററിന്റെ ഇല്ലീഗലായി കിട്ടുന്ന പണവും മറ്റു ഡീറ്റെയിൽസും എല്ലാം അവൻ അവൾക്ക് കൈമാറുന്നുണ്ട്. ഇത് എവിടെ നിന്നാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ കൃത്യമായ മറുപടിയൊന്നും അവളോട് പറയുന്നില്ല. അവളും സംശയിച്ചിട്ട് നിനക്ക് ശരിക്കും വിജിലന്റ് ആരാണെന്ന് അറിയാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനും അറിയില്ലെന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് അവനെ കാണാനുള്ള ഒരു ചാൻസ് കിട്ടുമെന്നാ തോന്നുന്നത്. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പെൻഡ്രൈവിന്റെ കാര്യം നീയാണ് നോക്കേണ്ടത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നിനക്കറിയാലോ എന്ന് ചോദിച്ചിട്ട് അവളെയും പറഞ്ഞു വിടുന്നു. ശേഷം മീഡിയക്കാരും ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നുണ്ട്. ആ ഒരു ഇല്ലീഗൽ പണത്തിന്റെ ട്രാൻസാക്ഷനെ കുറിച്ചും പാസ്റ്ററിനെ കുറിച്ചും സാംഡോയെ കുറിച്ചും എല്ലാം അവൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ ജിമ്മ പോലീസ് അവളുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കാരണം അയാൾക്കറിയാം സാംഡോ എന്ന് പറയുന്ന ആള് അത്ര നല്ലവനല്ല. അവളെ അയാള് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അവളും ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവൾ ഇരിക്കുന്ന റൂമിന്റെ വാതിലാരോ മുട്ടുന്നുണ്ട്. ഇക്കാര്യം കിമും കാണുന്നു. അവളും വാതിൽ തുറക്കുമ്പോൾ അത് ജിമ്മ പോലീസ് ആയിരുന്നു. അവളോട് ലൈവ് സ്ട്രീമിംഗ് നിർത്താനും അവളുടെ ജീവന് ആപത്താണെന്നും പറയുന്നുണ്ട്. പക്ഷെ അവള് അതൊന്നും വകവെക്കുന്നില്ല. എനിക്ക് നന്നായിട്ടറിയാം വിജിലന്റ് നിനക്ക് ചുറ്റും എവിടെയുണ്ടെന്ന്. എത്ര അപകടം പിടിച്ച കാര്യമാണ് നീ ചെയ്തതെന്ന് നിനക്കറിയാമോ? അതിനവളും എനിക്കൊരു പേടിയില്ല, അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിനയാളും വിജിലന്റ് ആണ് ആ ഫയല് നിനക്ക് തന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആ വിജിലന്റിനെ ഒരു ഹീറോ ആക്കി കാണിച്ച് ആൾക്കാരെ മണ്ടന്മാരാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവര് വിജിലന്റ് പോലുള്ള ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷിക്കും. നിന്റെ റേറ്റിംഗ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്യരുത്. നിന്റെ മരണം നീ മുഖാമുഖം കാണേണ്ടി വരും. അതിനവളും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, എനിക്ക് ഒരു പേടിയുമില്ല. ഈ ലോകത്ത് നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ മുഴുവൻ ഞാൻ വിളിച്ചു പറയും. വിജിലന്റിനെ ഞാൻ സഹായിക്കുകയും ചെയ്യും. മീഡിയക്കാരിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി ജിമ്മം പോലീസും അവിടെ നിന്ന് പോകുന്നു. ആ സമയമാണ് ജിമ്മം പോലീസിനെ ആരോ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അത് ആ ബാങ് ആയിരുന്നു. ഇയാൾ അയാളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അയാൾക്കാണെങ്കിൽ വളരെ സ്പീഡിന് കത്തി വീശി നല്ല പരിചയമുള്ളതാണ്. ജിമ്മ പോലീസിന്റെ കയ്യിലും ഒരു കുത്തു കൊള്ളുന്നുണ്ട്. എന്നിരുന്നാലും ജിമ്മ പോലീസ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ബാങ്കിന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളും ജിമ്മ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ആ ബാങ്ക് അയാളെ പല ഭാഗത്തായി കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ജിമ്മ പോലീസ് വിടില്ല. ബാങ്കിനെയും കൂട്ടാളിയെയും അയാൾ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ ബാങ്ക് അയാളെ കത്തികൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. എന്നിരുന്നാലും അവരെ രണ്ടുപേരെയും ജിമ്മ പോലീസ് 2 കൈ കൊണ്ട് പിടിച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ് സഹായിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാനുള്ള ഓർഡർ തരുന്നത് ആരാണ് എന്നൊക്കെ പറഞ്ഞ് ജിമ്മ പോലീസും ചോദിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, എന്നെ നിങ്ങൾ കൊന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ നിന്നെയൊക്കെ ഞാൻ കാണുമ്പോ നിങ്ങളെ ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞ് അവരെ തള്ളി മാറ്റുന്നുണ്ട്. ജിമ്മ പോലീസും വല്ലാതെ വീക്ക് ആയിട്ടുണ്ടായിരുന്നു. ബാങ്കും ജിമ്മ പോലീസിനെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. ആ സമയം കിം അവിടേക്ക് എത്തുന്നുണ്ട്. അയാൾക്കും അത് വിജിലന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അവിടേക്ക് പോലീസുകാർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബാങ്കും കൂട്ടാളിയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് അയാളും അവിടെ നിന്ന് പോകുന്നു. കിം ജിമ്മം പോലീസിനെ കാണുന്നുണ്ട്. അയാൾ വല്ലാതെ അവശനായിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.